നമസ്കാരം. ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ഒരു വ്യക്തിക്കും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല. ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും. ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനങ്ങൾ 5-ാം തീയതിയും 6-ാം തീയതിയും 7-ാം തീയതിയുമാവുന്നു. ഫെബ്രുവരി 2-ാം തീയതി തിങ്കളാഴ്ച രാത്രി 10:47 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. തിങ്കളാഴ്ച രാത്രി 10:47 ശേഷം ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4:19 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. വ്യാഴാഴ്ച പുലർച്ചെ 4:19 ശേഷം ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ശത്രുക്കളിന്മേൽ വിജയം, ധനലാഭം, രോഗശമനം, സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ഇടവക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 1-ാം തീയതിയും 2-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 2-ാം തീയതി തിങ്കളാഴ്ച രാത്രി 10:45 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച രാത്രി 10:45 മുതൽ 5-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 10:45 മുതൽ 7-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. സുഖമില്ലായ്മയും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു. 7-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ധനനേട്ടം, രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഫെബ്രുവരി 2-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 10:45 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. ആയതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഫെബ്രുവരി 3-ാം തീയതിയും 4-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഫെബ്രുവരി 2-ാം തീയതി തിങ്കളാഴ്ച രാത്രി 10:45 മുതൽ 5-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ദാമ്പത്യ സൗഖ്യം, പ്രണയസാഫല്യം, സൗഖ്യം, സുഖശയനം, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 4:30 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞാൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. അടുത്തത് പുണർദം കാൽഭാഗം,
പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച രാത്രി 10:45 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച രാത്രി 10:45 മുതൽ 5-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനായി ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് കർമ്മം ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. വ്യാഴാഴ്ച പുലർച്ചെ 4:30 മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, പ്രണയസാഫല്യം, സുഖശയനം, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 3-ാം തീയതിയും 4-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഫെബ്രുവരി 2-ാം തീയതി തിങ്കളാഴ്ച രാത്രി 10:45 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാലും തീർച്ചയായും ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. നന്നായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഫെബ്രുവരി 2-ാം തീയതി തിങ്കളാഴ്ച രാത്രി 10:45 മുതൽ 5-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. ഫെബ്രുവരി 5-ാം തീയതി പുലർച്ചെ 4:30 മുതൽ ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 1-ാം തീയതിയും 2-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും 7-ാം തീയതി ഉച്ചവരെയും ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച രാത്രി 10:45 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, സുഹൃത്സംഗമം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച രാത്രി 10:45 മുതൽ വ്യാഴാഴ്ച പുലർച്ചെ 4:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാലും ധനക്രയ വിക്രയങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. വ്യാഴാഴ്ച പുലർച്ചെ 4:30 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാലും ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാലും മുൻകരുതലെടുക്കുക. അടുത്തത് ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഈ കൂറുകാർക്ക് ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച
പുലർച്ചെ 4:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, പല വഴികളിലൂടെ ധനലാഭം, സുഹൃത്ത് സംഗമം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 4:30 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചെലവിന് സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 3-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 2-ാം തീയതി തിങ്കളാഴ്ച രാത്രി 10:45 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തിങ്കളാഴ്ച രാത്രി 10:45 ശേഷം ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, സുഹൃത്ത് സംഗമം, ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 5-ാം തീയതിയും 6-ാം തീയതിയും 7-ാം തീയതിയും ഈ കൂറുകാർക്ക് ശുഭദിനങ്ങളാകുന്നു. തിങ്കളാഴ്ച രാത്രി 10:45 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാലും മുൻകരുതലെടുക്കുക. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. തിങ്കളാഴ്ച രാത്രി 10:45 മുതൽ ഫെബ്രുവരി 5-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 5-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4:30 മുതൽ ശനിയാഴ്ച രാത്രി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, പല വഴികളിലൂടെ ധനനേട്ടം, സുഹൃത്ത് സംഗമം, ബന്ധുജനങ്ങളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 1-ാം തീയതിയും 2-ാം തീയതിയും 7-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷവും ശുഭദിനങ്ങളാകുന്നു. ഫെബ്രുവരി 2-ാം തീയതി തിങ്കളാഴ്ച രാത്രി 10:45 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധനാഭിവൃദ്ധി, സുഖശയനം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച രാത്രി 10:45 മുതൽ വ്യാഴാഴ്ച പുലർച്ചെ 4:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലെടുക്കുക. അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാലും സൂക്ഷിക്കുക. തടസ്സങ്ങളെ അതിജീവിക്കുവാനായി ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായും തടസ്സങ്ങളെ മാറ്റുവാൻ സാധിക്കുന്നതായിരിക്കും.
5-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4:30 മുതൽ ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് പ്രത്യേകം ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് അവിട്ടം 2-ാം പകുതി, ചതയം, പുരുരുട്ടാതി 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 6-ാം ഇടത്തും 7-ാം ഇടത്തും 8-ാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഫെബ്രുവരി 5-ാം തീയതി പുലർച്ചെ 4:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, സുഖശയനം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളതിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 4:30 മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക. തടസ്സങ്ങളെ അതിജീവിക്കുവാനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ കൂറുകാരുടെ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയുമാണ് ശുഭദിനങ്ങൾ. അടുത്തത് പുരോരുട്ടാതി 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 5-ാം ഇടത്തും 6-ാം ഇടത്തും 7-ാം ഇടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 3-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും 7-ാം തീയതിയും ഈ കൂറുകാർക്ക് ശുഭദിനങ്ങളാകുന്നു. ഫെബ്രുവരി 2-ാം തീയതി തിങ്കളാഴ്ച രാത്രി 10:45 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായും തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. തിങ്കളാഴ്ച രാത്രി 10:45 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ധനനേട്ടം, സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളതിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, ധനാഭിവൃദ്ധി, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.